പുള്ളി ആദ്യം തന്നെ സിനിമയിൽ വന്നു, പിന്നാണ് നമ്മൾ വന്നത്. ഒരു ഊഴം എന്ന് പറയുന്ന സിനിമയായിരുന്നു ആദ്യം. പിന്നീട് എഴുന്നള്ളത്ത് പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുള്ളിയുടെ സാധാരണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തിയേറ്ററിൽ ഭയങ്കരമായ ക്രൗഡ് പുള്ളിങ് ഉണ്ടായ ഒരു സിനിമയാണ് ഞാനും ജയറാമും ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സിനിമ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴും തിരുവനന്തപുരത്തും സിനിമ സംബന്ധമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും എല്ലാം പുള്ളി നമ്മുടെ സ്വന്തം ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ പെരുമാറിയിട്ടുള്ളതെന്ന് മാത്രമല്ല ഒരുപാട് അംബിഷനുള്ള ആളാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു എന്നാണ് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത്. സ്ക്രിപ്റ്റുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ്. സിനിമ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ വിശ്രമമില്ലല്ലോ. ഇങ്ങനെ മരിക്കുന്നത് വരെ തന്നെ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്തകളും അതിൻ്റെ വർക്കും അങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും സുഹൃതം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു കാലത്ത് ആരും മറക്കത്തില്ല. അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹവും അതിന് ഒരുപാട് അഭിമാനപൂർവ്വം പല സന്ദർഭങ്ങളിലും സുഹൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഉണ്ടായ നല്ല സിനിമകളിലൊന്ന് ആകാൻ കഴിഞ്ഞു. അഭിമാനത്തോടെയാണ് പുള്ളി എപ്പോഴും അത് പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം ശരിക്കും സംവിധാന രംഗത്തൊരു നഷ്ടമാണ്. ഇനി ഒരുപാട് അത്തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് വായനയൊക്കെ ഉള്ള ആളാണ്. ഒരുപാട് നല്ല സിനിമകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റൂ.